ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അതാ സൺഡേ ആണ്. എന്നത്തെയും പോലെ തന്നെ ലേറ്റായിട്ടാണ് എണീറ്റിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഷട്ടപ്പടേന്നാണ് എണീറ്റ് ചപ്പാത്തിയും കിഴങ്ങേറിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള പാത്രം കഴുകലാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകിയിട്ട് കിച്ചൺ ഞാനൊന്ന് ക്ലീൻ ചെയ്യേക്കൊണ്ടേ. അപ്പോൾ അതിനിടയിൽ ആദ്യം തന്നെ ഞാൻ അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് വെക്കാനായിട്ട്. അപ്പം വെള്ളം തിളയ്ക്കുന്ന നേരത്തേക്ക് ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്ലീൻ ചെയ്തിട്ട് ഇനി വരുമ്പോഴേക്കും പിന്നെ വെള്ളം തിളയ്ക്കുമല്ലോ, അപ്പോഴേക്കും അരിയിടാം. അപ്പോൾ ഒരു ജോലി അങ്ങ് ഒതുങ്ങും. ഇന്നത്തെ പ്രത്യേകതയെന്ന് വെച്ചാൽ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ഞായറാഴ്ചയാണ്. അതായത് എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ്. നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കണം, അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കണം. അത് മാത്രമല്ല നോമ്പ് തുടങ്ങുന്നതിന് മുമ്പേ വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഞണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള ജോലികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ക്ലീനിങ് പരിപാടികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കിച്ചണിൽ നിന്ന് ഇറങ്ങണം. കിച്ചണിലെ അത്യാവശ്യ ജോലികളെല്ലാം കഴിഞ്ഞാൽ മാത്രമേ ക്ലീൻ ചെയ്യൊക്കെ ഉള്ളൂ. ഞണ്ട് കറിയാകുമ്പോൾ പിന്നെ പെട്ടെന്നാവുമല്ലോ. അങ്ങനെ ദാ വെള്ളത്തിലേക്ക് ഞണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം വലിയ ഞണ്ടായിരുന്നു. ഞണ്ട് വെച്ചിട്ട് എന്ത് കറി ഉണ്ടാക്കുമെന്ന് ആലോചിച്ചാണ് ഞാൻ ഈ നിൽക്കുന്നത്. തേങ്ങ അരച്ച് വെക്കണോ അതോ ഇനി ചാപ്സ് വെക്കണോ എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ കുഞ്ഞൻകുട്ടനും വന്ന് നിന്ന് നോക്കുന്നുണ്ടേ. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഇക്കയും കൂടെ ലീവ് എടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇക്കാക്ക് വെറുതെ ഇരിക്കണമെന്ന് വിചാരിച്ച് ഒരു പണി കൊടുത്തു. സവാളയെല്ലാം എനിക്ക് തൊലിച്ച് തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ സവാളയെല്ലാം തൊലിച്ചിട്ട് സവാളത്തൊലി ഞാൻ അതുപോലെ തന്നെ ചെടിക്കെല്ലാം കൊണ്ടുവന്നങ്ങ് ഇട്ട് കൊടുത്തേ. സത്യം പറഞ്ഞാൽ കുറേ ദിവസത്തിന് ശേഷം ഇപ്പോഴാണ് ചെടി ഒന്ന് നോക്കുന്നത്. ഏകദേശം ഒരാഴ്ചയോളമൊക്കെ ആയിട്ടുണ്ട് ഞാൻ ചെടിയെടുത്ത് പോയിട്ടും ചെടി എന്തൊക്കെയായി എന്തായി എന്നൊക്കെ ഒന്ന് നോക്കിയിട്ടും. ഇപ്പോൾ ഇന്ന് ഞാൻ ഈ ഉള്ളിത്തൊലി കൊണ്ടിടാൻ ചെന്നപ്പോഴാണ് കാണുന്നത് തക്കാളിയെല്ലാം നന്നായിട്ട് കായ്ച്ചിട്ടുണ്ടേ. നിങ്ങൾ കണ്ടില്ലേ, കൊട്ട വെയിലത്ത് പോയിട്ടാണ് ഞാൻ നിന്ന് ആ ചെടികളെല്ലാം നോക്കുന്നത്. ഭയങ്കരമായ വെയിലും ചൂടുമാണ്. നിങ്ങൾക്കും അവിടെ അങ്ങനെയാണോ? ഇവിടെ എന്താണെന്നറിയത്തില്ല, ഈ കഴിഞ്ഞ വർഷത്തേക്കാളും നന്നായിട്ട് വെയിലും ചൂടും ഒക്കെ ഉണ്ടേ. പുറത്തോട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല. എത്ര വെള്ളം ഒഴിച്ചാലും ഒരു 12 1 മണിയൊക്കെ ആകുമ്പോഴേക്ക് ചെടിയെല്ലാം ഇങ്ങനെ വാടി നിൽക്കും. അത്രത്തോളം വെയിലാണ് ഇവിടെ അടിക്കുന്നത്. പിന്നെ ചെടിക്ക് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ചെടി നോക്കാൻ വരുന്നില്ലെന്നേ ഉള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് തിരിഞ്ഞ് നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വെള്ളം മാത്രം ദൂരെ നിന്നിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാറുള്ളത്. ചെടിയൊക്കെ നോക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഇതാ ഇങ്ങനെ ഒരാളെ കണ്ടതേ. ഇങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുറത്ത് തന്നെയല്ലോ ആൾ. ചെറിയ മൺവട്ടിയും കൊണ്ടാണ് ഇന്നത്തെ കുരുത്തക്കേടിന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ക്ലീനിങ് പരിപാടിയുടെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ബെഡ്ഷീറ്റുകൾ കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബെഡ്ഷീറ്റുകളെല്ലാം കൊണ്ടുവന്ന് കുതിർത്ത് വെക്കുന്നുണ്ടേ. രാവിലെ ആ ബെഡ്ഷീറ്റ് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴേ നേരെ പോയി ബെഡ്ഷീറ്റ് കഴുകാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ സോപ്പ് പൊടിയിൽ കുതിർത്ത് വെച്ചിട്ട് പിന്നെ പോയി കഴുകാറാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് കഴുകാനേ നല്ല പാടാണ്. അതുകൊണ്ട് പിന്നെ സോപ്പ് പൊടിയിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പകുതി പണിയും കഴിയല്ലോ. കിച്ചണിൽ നിന്ന് ഇറങ്ങി നേരെ നമുക്ക് ബെഡ്ഷീറ്റ് കഴുകാനായിട്ട് അങ്ങ് കയറാം. സത്യം പറഞ്ഞാൽ നടു ഒടിഞ്ഞ ഒരു ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം. അത്ര ജോലി ഉണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴേക്കും രണ്ടുപേര് രാവിലെ ഒരു വട്ടം തൂത്തതാണ്. പിന്നെ രണ്ടുപേരും വീട്ടിൽ നിൽക്കുന്ന ദിവസം പിന്നെ പറയണ്ടല്ലോ, വീണ്ടും തൂക്കാനായിട്ട് എല്ലാം ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ വന്ന് തൂത്ത് ക്ലീനാക്കി ഇട്ടിട്ടുണ്ടേ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അരിക്ക് ചോറിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അരിയിടാനായിട്ട് അരിയെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ടേ. തലേന്ന് ഉറങ്ങാൻ കിടന്നപ്പോൾ തന്നെ നാളെ ക്ലീനിങ് ഉള്ളതാണ്, രാവിലെ തന്നെ എണീക്കണം എന്ന് പറഞ്ഞിട്ടാണ് കിടന്നത്. എത്ര ലേറ്റായിട്ട് കിടന്നാലും രാവിലെ എണീക്കണമെന്നും പറഞ്ഞിട്ടൊക്കെയാണ് കിടക്കുന്നത്. പക്ഷേ ലേറ്റായിട്ട് കിടക്കുന്നതുകൊണ്ടാണോ ഇനി തണുപ്പുള്ളത് കൊണ്ടാണോ എന്നറിയത്തില്ല, നന്നായിട്ട് രാവിലെ കിടന്നങ്ങ് ഉറങ്ങും കേട്ടോ. അങ്ങനെ അരിയെല്ലാം കഴുകിയിട്ട് ഞാൻ അരി അടുപ്പിലോട്ട് കൊണ്ടിടുന്നുണ്ടേ. അരി അടുപ്പിലിട്ട് കഴിഞ്ഞ് 2 വിറവും വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ കിടന്ന് വെന്തോളും. പിന്നെ അതിനെ വലുതായിട്ട് നോക്കണ്ട. പിന്നെ ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് മാത്രം അതിന് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് ഉപ്പിട്ട് കൊടുത്താൽ മാത്രം മതിയേ. അത് പറഞ്ഞപ്പോഴാണ്, നമ്മളവിടെ ചോറിന് ഉപ്പിടാറുണ്ട് കേട്ടോ. ചില ആൾക്കാർ ഉപ്പിടാറില്ല. പക്ഷേ എനിക്കെന്താണോ ചോറിന് ഉപ്പിട്ടാലേ എനിക്ക് ടേസ്റ്റ് തോന്നാറുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഞണ്ട് ചാപ്സ് വെക്കാനായിട്ട് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സവാളയും മല്ലിയിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാം അരിഞ്ഞങ്ങ് റെഡിയാക്കി എടുക്കുന്നുണ്ടേ. ഞാനിങ്ങനെയാണ് കേട്ടോ കറി വെക്കാനായിട്ട് എല്ലാം ഉള്ളത് ആദ്യം തന്നെ ഞാൻ എല്ലാം അടുത്ത് തന്നെ അരിഞ്ഞ് പറക്കി ഒരു പ്ലേറ്റിലാക്കി വെക്കും കേട്ടോ. ചില ആൾക്കാരുണ്ട് നമ്മൾ കറി വെക്കാൻ നേരത്ത് അപ്പോഴ് തന്നെ എല്ലാം അരിഞ്ഞരിഞ്ഞ് ഈ നമ്മൾ കറി വെക്കുന്ന പാത്രത്തിലേക്ക് ഇടാറുണ്ട്. അതും സ്പീഡാണ്, ഇതും സ്പീഡാണെന്ന് പറയാം. പക്ഷേ ഇതാണ് എളുപ്പം കേട്ടോ. എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് ഗ്യാസ് ഓണാക്കിയിട്ട്
അതിലേക്ക് ഇങ്ങനെ കറി വെക്കാനുള്ളതെല്ലാം ഇടുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാം അരിഞ്ഞ് ചട്ടിയിലേക്ക് ഇടുന്നതാണ് ഞാൻ കാണാറുള്ളത് കേട്ടോ. കറി വെക്കാനുള്ളതെല്ലാം അരിഞ്ഞ് പറക്കി അങ്ങ് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ. അപ്പോൾ പിന്നെ ഞണ്ട് ചാപ്സിനുള്ളതെല്ലാം അരിഞ്ഞ് പറക്കി മാറ്റി വെച്ച് സവാളയെല്ലാം അരിഞ്ഞിട്ട് വെച്ചതിന് ശേഷം നമുക്ക് തോരൻ വെക്കാനായിട്ട് റാഡിഷ് ഉണ്ടായിരുന്നു, നമ്മുടെ മുള്ളങ്കി ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്. എങ്ങനെ വെക്കേണ്ടതെന്ന് അറിയത്തില്ല. പിന്നെ കടയിൽ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേനും ഒന്ന് മേടിക്കാൻ തോന്നി, അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. എല്ലാ വെജിറ്റബിൾസിലും തോരൻ വെക്കുന്നത് വെച്ച് നോക്കുമ്പോഴത്തേന് ഏറ്റവും എളുപ്പം ഇത് തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും, നമുക്ക് തോരൻ വെക്കാനും ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇരുന്ന് അരിയാന്ന് വിചാരിച്ചു, കാരണം ഇത്രയും നേരം നിന്നുകൊണ്ടുള്ള ജോലിയായിരുന്നു. കുറേ നേരം നിൽക്കുമ്പോൾ എനിക്ക് കാൽവേദനയും നടുവേദനയും എല്ലാം ഉണ്ടാവാറുണ്ട്. അപ്പോൾ പിന്നെ ഇരുന്ന് തന്നെ ജോലി ചെയ്യുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് ഈ അരിഞ്ഞ് പറക്കുന്ന ജോലികളൊക്കെ മിക്കവാറും ഞാൻ ഇരുന്നാണ് ചെയ്യാറുള്ളത്. കാരണം കാലിന് ഒരു റെസ്റ്റാവും, ശരീരത്തിനും ഒരു റെസ്റ്റാവും, നമ്മുടെ കൈ മാത്രമല്ലേ വർക്ക് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഇരുന്ന് ഞാൻ മുള്ളങ്കി എല്ലാം അരിഞ്ഞങ്ങ് എടുക്കുന്നുണ്ട്. എന്നിട്ട് പാൻ ചൂടാക്കിയിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും താളിച്ചതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന മുള്ളങ്കി ഇല്ലേ, അതിലേക്ക് സവാളയും പച്ചമുളകും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മളെ ഈ പൊട്ടിച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയൊന്ന് എടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തങ്ങ് എടുത്തിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് അടച്ചു വയ്ക്കാം. നമ്മളിതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല, ജീരകമോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. വെറും മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ അബിയു ആയിട്ടുണ്ടായിരുന്നു ഒരെണ്ണം. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ടേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ അങ്ങനെ അധികം കഴിക്കാത്തൊരു ഫ്രൂട്ടാണ്, പക്ഷേ നല്ല ടേസ്റ്റായിരുന്നേ. അങ്ങനെ ദാ നമ്മുടെ മുള്ളങ്കി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തോരൻ റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ. വെളിച്ചെണ്ണയുടെയൊക്കെ ആ സ്വാദ് മുമ്പിൽ തന്നെ നിൽക്കും. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു വെജിറ്റബിളായിരുന്നു, പക്ഷേ നല്ല ടേസ്റ്റാണ്. നമുക്കിങ്ങനെ തോരൻ ഉണ്ടാക്കി എടുക്കാം. ഇത് വെച്ച് കറി ഉണ്ടാക്കി എടുക്കുന്നവരും ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്കിത് തോരൻ വെക്കാനായിട്ടാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. അപ്പോൾ പിന്നെ ഞണ്ട് എല്ലാം ഐസ് മാറിയിട്ട് വന്നിട്ടുണ്ട്. ഞണ്ട് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞണ്ടെല്ലാം ഞാൻ നിന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. വേറെ മീൻ കണക്കല്ല, ഞണ്ട് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാമല്ലോ. നമ്മുടെ അടുപ്പിലേക്ക് സവാളയെല്ലാം വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് ഞണ്ടെല്ലാം വൃത്തിയാക്കി ഇങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞണ്ടെല്ലാം വൃത്തിയാക്കി ഇങ്ങ് എടുത്തിട്ടുണ്ട്. ഞണ്ട് പക്ഷേ എനിക്ക് കട്ട് ചെയ്തെടുക്കാൻ ഈസിയാണ് കേട്ടോ, പെട്ടെന്നായി വരും. അപ്പോൾ അതാ ഞണ്ട് കറിക്ക് വേണ്ടിയിട്ട് പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേ ടിന്നുകൾ എനിക്ക് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ടിന്നുകൾ കഴുകുന്നുമുണ്ട്. ചട്ടി ചൂടായി വരുമ്പോഴേക്കും ടിന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ ടിന്നുകളെല്ലാം കഴുകി അങ്ങ് എടുക്കുന്നുണ്ടേ. നല്ല വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് മുറ്റത്തോട്ട് തന്നെ ഒരു ചാക്ക് വിരിച്ചിട്ട് അതിൽ തന്നെ കൊണ്ടുവച്ച് നന്നായിട്ട് കഴുകി ഉണക്കുകയെ. എല്ലാ മാസത്തിലും ഞാൻ കഴുകാറുണ്ട്. പിന്നെ റീഫില്ല് ചെയ്യേണ്ട സമയവും കൂടെ ആയി സാധനങ്ങൾ. അപ്പോൾ സാധനം മേടിക്കാനും പോകുന്നുണ്ട്. അതിന് മുമ്പേ തന്നെ നമുക്ക് ടിന്നെല്ലാം കഴുകി വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ അത് ആ പാത്രം ചൂടായി വന്നപ്പോഴേക്കും ഞണ്ട് കറി വെക്കാനായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതൊന്ന് ബ്രൗൺ നിറമായിട്ട് വരുമ്പോഴേക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാള വഴണ്ട് കിട്ടാനായിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി 2 മിനിറ്റ് ആകുമ്പോഴേക്കും സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുവേ. അപ്പോഴേക്കും നമുക്ക് തീ കുറച്ചിട്ടിട്ട് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ തോരൻ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വേറെ ഓരോ ബോക്സിലാക്കി വെക്കാറുണ്ട്. എന്നിട്ട് ഉണ്ടാക്കിയ പാത്രം ഞാൻ കഴുകി കൈയോടെ തന്നെ കഴുകി അങ്ങ് വെക്കും. അപ്പോഴേക്കും ചോറായെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഇന്ന് ലേറ്റായിട്ടാണല്ലോ ചോറ് വെക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ പിന്നെ ചോറായിട്ടില്ലായിരുന്നു. അപ്പം അതവിടെ തീയൊക്കെ അരിച്ച് കൊടുത്തിട്ട് ഞാൻ അകത്തേക്ക് വന്നിട്ടുണ്ടേ. അപ്പം ഞണ്ട് കറിയുടെ കൂടെ എന്ത് വേണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ പിന്നെ എല്ലാവർക്കും പപ്പടം ഇഷ്ടമാണല്ലോ. അപ്പം അങ്ങനെ പപ്പടം പൊരിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കണക്കത്തെ പപ്പടം അല്ല. സാധാരണ നമ്മളെ നാട്ടിൽ കിട്ടുന്ന പപ്പടം എല്ലാം ഇങ്ങനെ പൊള്ളി വരാറുണ്ട്. പക്ഷേ ഇതൊന്നും പൊള്ളി വരാതെ ഇങ്ങനെ പരന്ന് വരുന്ന പപ്പടമാണ് കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റുമാണേ. അങ്ങനെ പപ്പടം എല്ലാം പൊരിച്ചിട്ട് ഞാൻ കവറിൽ കെട്ടി അങ്ങ് വെക്കുന്നുണ്ട്.
അപ്പോൾ പിന്നെ ബാക്കിയുള്ള ടിന്നുകളും കൂടെ കഴുകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കോൺഫ്ലവറും ഗോതമ്പ് പൊടി, അരിപ്പൊടി അതെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം റീഫില്ല് ചെയ്യേണ്ട സമയമായി. അപ്പോൾ പിന്നെ ടിന്നുകളെല്ലാം കഴുകി വെയിലത്തോട്ട് വെച്ചിട്ട് വൈകുന്നേരം സാധനം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ പിന്നെ ഇട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ച് അതെല്ലാം കഴുകി അങ്ങ് വെക്കുന്നുണ്ട് കേട്ടോ. ടിന്നുകളൊക്കെ കഴുകി വെക്കുമ്പോഴേക്കും നമ്മുടെ പകുതി ജോലി അങ്ങ് കഴിയുവേ. കാരണം ഇത് സാധനം വാങ്ങിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇട്ട് വെക്കാൻ ടിന്നില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ സാധനം ഒരാഴ്ചത്തേക്ക് അവിടെ ഇവിടെയും തന്നെ കൊണ്ടിടേണ്ടി വരും. അതുകൊണ്ട് പിന്നെ സാധനം മേടിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ടിന്നെല്ലാം കഴുകി അങ്ങ് വെയിലത്ത് വെച്ച് ഉണക്കാറുണ്ട്. അപ്പോഴേക്കും നമ്മളെ ചോറെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചോറെല്ലാം ഊറ്റി വെച്ചതിന് ശേഷം ഞണ്ട് കറിക്ക് സവാള വന്ന് നോക്കിയപ്പോഴേക്കും നന്നായിട്ട് വഴണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് തക്കാളി ഇടാം. ഞാൻ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നേ. തക്കാളി ഞണ്ട് കറിയിൽ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട്. ഒരുപാടങ്ങ് മിക്സ് ചെയ്ത് കുഴഞ്ഞു പോണ പരുവാവണ്ട. ഒരു ഹാഫ് വേവ് ആകുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുരുമുളക് പൊടിയാണ് ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഒരു 2 സ്പൂണ് മുളക് പൊടി, ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ചിക്കൻ കറി വെക്കുന്ന കണക്ക് തന്നെയാണ് നമ്മൾ ഈ ഞണ്ട് കറിയും വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം പൊടികളെല്ലാം പച്ചമണം മാറി ഒന്ന് വന്നപ്പോഴേക്കും എന്താ ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളവും പൊടിയും കൂടെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കുമാണ് നമ്മൾ ഞണ്ടിട്ട് കൊടുക്കാറുള്ളത്. അപ്പം വെള്ളം ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരുപാട് നേരം ഞണ്ടിട്ട് വേവിക്കേണ്ടി വരും. അതുകൊണ്ട് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ചൊന്ന് വെക്കാം. അടച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് തിളച്ച് കഴിയുമേ. അപ്പോഴത്തേക്ക് നമുക്ക് ഞണ്ടിട്ട് കൊടുക്കാം. ഞണ്ടിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ച് വേവിക്കുക. ഒരു 20 മിനിറ്റോളം വേവിച്ചതിന് ശേഷം ലാസ്റ്റ് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമ്മളെ കറികളെല്ലാം സെറ്റായിട്ടുണ്ടേ. പിന്നെ എല്ലാവരും ഇവിടെ ഊണ് കഴിക്കുമ്പോഴേക്കും ഏകദേശം 1:30-2 മണിയാവും. അപ്പോൾ പിന്നെ വിചാരിച്ചു ക്ലീനിങ് പരിപാടി തുടങ്ങാമെന്ന്. അങ്ങനെ ഞാൻ കിച്ചണിലെ ഒരു പകുതിയോളം സാധനവും മാറ്റി വെച്ചിട്ട് ജനലെല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ടേ. ഞാനൊരു 2-3 മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ നോമ്പല്ലേ വരുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു മാസം മുമ്പേ ഞാൻ ക്ലീൻ ചെയ്യാതിരുന്നു. അതുകൊണ്ട് കുറച്ചധികം അഴുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ജനലെല്ലാം ഞാൻ തുടച്ചങ്ങ് എടുക്കുന്നുണ്ടേ. ഇവിടെ നല്ല കാറ്റായതുകൊണ്ട് നമ്മൾ ഈ പൊടിയെല്ലാം ഡോറ് തുറക്കുമ്പോൾ ഉള്ളിലേക്ക് കയറാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നന്നായിട്ട് പൊടി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലെല്ലാം നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതെല്ലാം തുടച്ചങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് സാധനങ്ങൾ പറക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തങ്ങ് എടുക്കുന്നുണ്ടേ. അപ്പം മുട്ട ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ടിന്നിലേക്ക് ഇട്ട് വെച്ചിട്ടില്ല. എങ്ങാനും കയ്യിൽ നിന്നെങ്ങാനും വീണ് പൊട്ടിപ്പോയാൽ മൊത്തത്തിൽ പൊട്ടിപ്പോകുമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ കൈയോടെ തന്നെ പഴയ മുട്ട മാറ്റി വെച്ചതിന് ശേഷം, പഴയ മുട്ടയെന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് മുകളിലേക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം കൊണ്ടുവന്ന മുട്ട മുകളിലേക്ക് വെച്ചിട്ട് ബാലൻസ് മറ്റേ ഇന്നലെ കൊണ്ടുവന്ന മുട്ടയെല്ലാം എടുത്ത് താഴെ വെച്ചിട്ട് കുറേ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈന്തപ്പഴം ഇട്ട് വയ്ക്കുന്ന നട്ട്സ് ഇട്ട് വയ്ക്കുന്നതൊക്കെ ടിന്നുകളുണ്ടായിരുന്നു. അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ട് ഞാൻ എല്ലാം അടുക്കി ഇറക്കി വെക്കുന്നുണ്ടേ. ഇങ്ങനെ വിശേഷ ദിവസമൊക്കെ വരുമ്പോഴേക്കും എനിക്ക് ക്ലീൻ ചെയ്യാനും എല്ലാം കഴുകി വൃത്തിയാക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിലും ക്ലീൻ ചെയ്യലാണ് എനിക്ക് കുക്കിങ്ങിനേക്കാളും കൂടുതൽ ഇഷ്ടം. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ദിവസങ്ങൾ വരുമ്പോഴേക്കും പിന്നെ പറയണ്ടല്ലോ. എല്ലാ വർഷവും ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഭയങ്കര മനസ്സിന് സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ ഓരോ വിശേഷ ദിവസങ്ങൾ വരുമ്പോഴും ഇങ്ങനെ നോമ്പും റമദാനും ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവിടെ സൈഡിൽ ഞാൻ കുറേ ഏലക്ക വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തട്ടിയിടാനായിട്ട് സമയം കിട്ടാറേ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നാൽ അപ്പം ടിന്നൊഴിഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് അവിടെ തന്നെ കിടക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ കൈയോടെ ഏലക്ക എല്ലാം തട്ടിയങ്ങിട്ടേ. പിന്നെ കുറച്ച് ഉപ്പ് തട്ടിയിടാണ്ടായിരുന്നു. അങ്ങനെ ഉപ്പെല്ലാം ഞാൻ കാറിനകത്താക്കി വെക്കുന്നുണ്ടേ. പിന്നെ എന്നും തുടയ്ക്കുന്നതാണ് ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ. പിന്നെ കുറച്ച് അഴുക്ക് അധികം ഉണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ പിന്നെ എല്ലാം അങ്ങ് നന്നായിട്ട് തുടച്ചങ്ങ് എടുക്കുന്നുണ്ട്. കിച്ചണിലെ ക്ലീനിങ് പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോഴേക്കും ചോറ് കഴിക്കാനായിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞണ്ട് കറി എല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് ഇങ്ങ് വിളമ്പി. ഞണ്ട് കറി ഇങ്ങനെ വെക്കാത്തവരാണെങ്കിൽ വെച്ച് നോക്കൂ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞണ്ട് കറിയും പപ്പടവും തോരനും അച്ചാറും മോരുകറി ഇന്നലത്തെയാണ് കേട്ടോ. അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂട്ടി എല്ലാവരും ചോറൊക്കെ അങ്ങ് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ബെഡ്ഷീറ്റ് കഴുകാനായിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞാൻ ചോറ് കഴിച്ചില്ല. ഫുഡ് കഴിക്കുന്നത് കുളിച്ചിട്ട് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ബെഡ്ഷീറ്റെല്ലാം ഞാൻ പോയി കഴുകിയിട്ടെ.
സത്യം പറഞ്ഞാൽ ഈ ബെഡ്ഷീറ്റ് കഴുകൽ നടുവൊടിയുന്ന ഒരു ജോലിയാണ്, മടി പിടിച്ച ഒരു ജോലിയാണെന്ന് പറയാം. അതുകൊണ്ട് ചോറ് തിന്നാനായിട്ട് ഞാൻ ഇപ്പോൾ ഇരുന്ന് പോയി കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് വൈകുന്നേരം വരെ അവിടെ ഇരിക്കേണ്ടുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് ബെഡ്ഷീറ്റ് ഞാൻ കഴുകി അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ബെഡ്ഷീറ്റ് എല്ലാം കഴുകി കൊണ്ടുവന്ന് വിരിച്ച് കഴിഞ്ഞപ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര മനസ്സമാധാനമായി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ചിട്ട് വന്നേ. കുളിച്ച് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ചോറിനാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇരുന്നപ്പോഴേക്കും ദാ കടയിൽ പോകാനായിട്ട് ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മളെ റൂഹബ്സയും സമൂസ ഷീറ്റ്, സ്പ്രിംഗ് റോൾ ഷീറ്റ് എന്ന് വേണ്ട എല്ലാ വെള്ളം കലക്കുന്ന നമ്മളെ സ്ക്വാഷ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നേ നോമ്പിന് വേണ്ടിയിട്ട്. അതെല്ലാം നമ്മൾ കടയിൽ പോയിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട നോമ്പിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വൈകുന്നേരം കഴിക്കാനായിട്ട് നമ്മളെ കാസർഗോഡ് സ്പെഷ്യൽ കടുമ്പായിരുന്നു കേട്ടോ. കാസർഗോഡ് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് നമുക്ക് കഴിക്കാനുള്ളത്. പക്ഷേ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഈ കടുമ്പ്. കക്ക വെച്ചും ചെമ്മീൻ വെച്ചും ചിക്കൻ വെച്ചും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഞണ്ട് വെച്ചുള്ളതും ചെമ്മീനും ഒക്കെ വെച്ച് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ചെമ്മീൻ വെച്ചുണ്ടാക്കുന്നത് തന്നെയാണ്. ഇത് കക്കക്കടുമ്പാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ നമുക്ക് രാത്രി ഇതാണ് കഴിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ ഞായറാഴ്ചത്തേക്ക് വിശേഷം. അപ്പം അടുത്ത ഞായറാഴ്ചയൊക്കെ നമുക്ക് നോമ്പ് ആയിരിക്കില്ലേ. എല്ലാവരും നോമ്പിന് വേണ്ടിയിട്ടുള്ള തിരക്കിലും ക്ലീനിങ് പരിപാടിയിലും ഒക്കെ ആയിരിക്കും. എന്നാലും ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബായ്.